മറ്റൊരു വാർത്തയിലേക്ക്. പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇറാൻ ചൈനയിൽ നിന്ന് ആയുധം വാങ്ങുന്നതായി റിപ്പോർട്ട്. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇറാനിലെത്തുമെന്നാണ് വിവരം. ചൈനയിലെ ഉറുംഖിയിൽ നിന്ന് വിമാനമാർഗം പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് മിസൈലുകൾ എത്തിക്കാനാണ് നിലവിലെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ചൈനീസ് സഹായം ഇറാനുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. ചൈന പലപ്പോഴും നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും റഷ്യയും ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അമേരിക്കൻ ഭീഷണി നിൽക്കുമ്പോൾ ഇറാന് സ്വാഭാവികമായും സഹായങ്ങൾ വേണ്ടിവരും. വിശദാംശങ്ങൾ എന്താണ് ഇതിൻ്റെയൊക്കെ? രഞ്ജിത്ത്, അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പലതും വളരെ വ്യാപകമായി തകർന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ചൈനീസ് നിർമ്മിത സർഫസ് ടു എയർ മിസൈലുകൾ കൂടുതൽ വാങ്ങിക്കുന്നതിനായുള്ള ഒരു നീക്കം നടക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. ഏതായാലും ഇതിനെ ചൈന നിരാകരിക്കുന്നു. ചൈന എപ്പോഴും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണെന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. ഇത് പാകിസ്ഥാൻ വഴിയാണ് പോകുന്നത് എന്ന് വാർത്തകൾ വന്നെങ്കിലും പാകിസ്ഥാനും ഇത് നിരാകരിക്കുകയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാൻ അതിന് കൂട്ടുനിൽക്കുന്നില്ല എന്ന ഒരു പ്രതികരണമാണ് അവരിൽ നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ ആയുധ വ്യാപാരത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അത് പ്രധാനമായും രണ്ട് വിഭാഗത്തിൽപ്പെട്ട സർഫസ് ടു എയർ മിസൈലുകളാണ് അവിടെ നിന്ന് ചൈനയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഒന്ന് ഈ $60 മുതൽ $70 മില്യൺ വരെ ഉള്ള വിലമതിക്കുന്ന ആയുധങ്ങൾ കൊണ്ടുപോകും എന്നാണ് വ്യക്തമാക്കുന്നത്. ഒരു ഹോങ്കോങ് ബേസ്ഡ് കമ്പനി, അത് സോങ്കിങ് ബോഷാങ് എന്ന പേരുള്ള ഒരു കമ്പനിയാണ് ഇത് സംബന്ധിച്ച് നിർമ്മാണങ്ങൾ നടത്തുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. QW-12 അതുപോലെ FN-16 എന്നീ രണ്ട് ഇനത്തിൽപ്പെട്ട മിസൈലുകളാണ് പ്രധാനമായും ഇറാൻ വാങ്ങിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കിയാൻവി എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ലൈൻ എന്നർത്ഥം വരുന്ന തരത്തിലാണ്. അതാണ് ഈ QW മിസൈലുകൾ. അതുപോലെ ഈ ഫെയ്ന്യു എന്ന അർത്ഥം വരുന്ന അല്ലെങ്കിൽ വാക്കിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് FN-16 എന്നുള്ളത്. ഫ്ലൈയിങ് ക്രോസ്ബോ എന്ന അർത്ഥത്തിലാണ് ഈ ചൈനീസ് പേരുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സീരീസിൽ പെടുന്ന രണ്ട് ഹ്രസ്വദൂര മിസൈലുകളാണ് പ്രധാനമായും വാങ്ങിക്കുന്നത്. ഇത് കൂടുതലും അവരുടെ ഒരു പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായി ആണ് ഇത്തരം ഈ മിസൈലുകൾ വാങ്ങിക്കുന്നത് എന്നാണ് വിവരം. ഇത് ചൈനീസ് എയറോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ്റെയാണ് ഈ മിസൈലുകൾ ഒരെണ്ണം. മറ്റത് ഷാങ്ഹായ് അക്കാഡമി ഓഫ് സ്പേസ് ഫ്ലൈറ്റ് ടെക്നോളജിയാണ് ഈ ഫീന്യൂ എന്ന ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു മുന്നറിയിപ്പ് ചൈനയ്ക്ക് നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇറാനെ സഹായിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കും, ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. ഏതായാലും പശ്ചിമ ചൈനയിൽ ഉള്ള ഉറുക്കി എന്ന പ്രദേശത്ത് നിന്ന് ഈ മിസൈലുകൾ ഇറാന് നൽകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് മാൻപാഡ്സ് എന്നാണ് ഈ മിസൈലുകളെ പൊതുവെ അറിയപ്പെടുന്നത്. അതായത് മാൻ പോർട്ടബിൾ, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മനുഷ്യർക്ക് തൊടുക്കാൻ കഴിയുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് ഈ സംവിധാനത്തെ അറിയപ്പെടുന്നത്. അതാണ് ഈ മാൻപാഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആളുകളുടെ സൈനികരുടെ തോളിൽ നിന്നൊക്കെ ഇത് തൊടുക്കാൻ കഴിയും. മാത്രമല്ല ഇതിന് എതിരാളിയുടെ ഡാറ്റ എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ കൃത്യമായി കണ്ടെത്താനൊക്കെയുള്ള ചൈനീസ് ടെക്നോളജിയുടെ ഒരു ഉപയോഗം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് കൂടിയുള്ള വിവരങ്ങളാണ് രഞ്ജിത്ത് പുറത്തു വരുന്നത്. ശരി, മനു ഭാരത് വിവരങ്ങൾ പങ്കുവച്ചു.